നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മരിയ ജയ്. പ്രധാന വാർത്തകൾ. മുനമ്പത്തെ റവന്യൂ അവകാശങ്ങൾ താമസക്കാർക്ക് പുനഃസ്ഥാപിച്ചു നൽകണമെന്ന് കോട്ടയം അതിരൂപത. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി അധ്യാപക നിയമനം NSSന് അനുകൂലമായ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കും. കത്തോലിക്ക സഭയുടെ ആവശ്യം അംഗീകരിച്ച് സർക്കാർ. ഹിജാബ് സമ്മർദ്ദം സെയിന്റ് റീത്ത സ്കൂളിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി. സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് പ്രാർത്ഥിക്കണം, സഹായിക്കണം. പ്രേക്ഷിത ദിനത്തിൽ പങ്കാളികളാകാൻ പാപ്പായുടെ ആഹ്വാനം. ഫാത്തിമയിലെ സൂര്യാത്ഭുതത്തിന് 108 വയസ്സ്. വാർത്തകൾ വിശദമായി. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് ഹൈക്കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ അവിടുത്തെ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ താമസക്കാർക്ക് പുനഃസ്ഥാപിച്ചു നൽകണമെന്ന് കോട്ടയം അതിരൂപത ജാഗ്രതാ സമിതി. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നും 1950 ആധാരപ്രകാരം മുഹമ്മദ് സിദ്ദിഖ് സയ്യിദ് എന്നയാൾ ഈ ഭൂമി കോഴിക്കോട് ഫാറൂഖ് കോളേജിന് ഇഷ്ടദാനം നൽകിയതാണെന്നും അതിനെ വഖഫായി പ്രഖ്യാപിച്ച കേരള വഖഫ് ബോർഡിന്റെ നടപടി തെറ്റാണെന്നുമാണ് ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. വിധിയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ രേഖകൾ ഉൾപ്പെടെ തിരികെ നൽകി അവരുടെ ഉത്കണ്ഠകളും ആശങ്കകളും നീക്കാൻ കേരള സർക്കാർ തയ്യാറാകണം. ഇതിനെ തടയുന്ന ഒരു സമ്മർദ്ദത്തിനും സർക്കാർ വഴങ്ങരുത്. മുനമ്പം ജനതയ്ക്ക് നീതി നൽകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ജാഗ്രതാ സമിതി ആഹ്വാനം ചെയ്തു. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ അയഞ്ഞ് സർക്കാർ. കത്തോലിക്ക സഭയുടെ ആവശ്യം അംഗീകരിച്ചു. NSSന് അനുകൂലമായ വിധി മറ്റെല്ലാവർക്കും ബാധകമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇതിനായി സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാർ ഈ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഭിന്നശേഷി അധ്യാപക നിയമനം പൂർണ്ണമായും നടപ്പിലാക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്ന് മന്ത്രി പറഞ്ഞു. ചില അധ്യാപകരുടെ നിയമനത്തിന് അംഗീകാരം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർണായക തീരുമാനം എടുക്കുകയുണ്ടായി. മുൻകാല പ്രാബല്യത്തിൽ നിയമന ഒഴിവ് കണ്ടെത്തി നികത്തണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. NSS മാനേജ്മെന്റിന് സുപ്രീം കോടതിയിൽ നിന്ന് അത്തരത്തിൽ അനുകൂല വിധി ലഭിച്ചിരുന്നു. ഇതുപോലെ തന്നെ എല്ലാ മാനേജ്മെന്റിനും ലഭിക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഈ വിധി മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കണമെന്നാണ് മറ്റു മാനേജ്മെന്റുകളുടെ ആവശ്യം. ഇതിനുവേണ്ടി വേണ്ട നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്കൂളിലും പരിസരത്തും ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. സംരക്ഷണം ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് N നഗരേഷിന്റെ ഉത്തരവ്. സർക്കാരിനും സംസ്ഥാന പോലീസ് മേധാവിക്കും പെൺകുട്ടിയുടെ രക്ഷിതാവായ PM അനസിനും കോടതി നോട്ടീസ് അയച്ചു. പോലീസിന് ഇടക്കാല ഉത്തരവ് നൽകിയ ഹൈക്കോടതി ഹർജി നവംബർ 10 വീണ്ടും പരിഗണിക്കും. അതേസമയം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള മത തീവ്രവാദ അജണ്ടകൾ അനുവദിച്ചു കൊടുക്കാനാവില്ലെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവല്യ VC സെബാസ്റ്റ്യൻ പറഞ്ഞു. യൂണിഫോമിന്റെ പേരിൽ സംഘടിത തീവ്രവാദത്തിലൂടെ പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യ മതേതരത്വ ഭരണ സംവിധാനത്തെ അവഹേളിക്കുന്നതും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെ വെല്ലുവിളിക്കുന്നതുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാവി തലമുറയെ ബലിയാടാക്കിയുള്ള ഇത്തരം തീവ്രവാദ കടന്നാക്രമണങ്ങളെ എന്തു വില കൊടുത്തും എതിർക്കുമെന്നും VC സെബാസ്റ്റ്യൻ പറഞ്ഞു. അതേസമയം കുട്ടിയെ ഇനി ആ സ്കൂളിൽ പഠിപ്പിക്കാൻ താല്പര്യമില്ലെന്ന് രക്ഷിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒക്ടോബർ 19 കത്തോലിക്ക സഭ കൊണ്ടാടുന്ന ആഗോള പ്രേക്ഷിത ദിനത്തിൽ പങ്കാളികളാകുവാൻ ഏവരോടും ആഹ്വാനവുമായി ലയോ 14 പാപ്പ. ഈ അവസരത്തിൽ പ്രാദേശിക സഭകളിൽ ഈ ദിനത്തിന്റെ പ്രാധാന്യം അനുസ്മരിക്കണമെന്ന് വത്തിക്കാൻ പുറത്തിറക്കിയ വീഡിയോയിലൂടെ ലയോ പാപ്പ ആഹ്വാനം ചെയ്തു. സഭ മുഴുവൻ മിഷനറിമാർക്കു വേണ്ടിയും അവരുടെ അപ്പസ്തോലിക പ്രവർത്തനത്തിന്റെ ഫലത്തിനു വേണ്ടിയും പ്രാർത്ഥനയിൽ ഒരുമിക്കുന്ന ആഗോള പ്രേക്ഷിത ദിനം ഒക്ടോബർ മാസം 19 ആഘോഷിക്കുകയാണെന്ന വാക്കുകളോടെയാണ് പാപ്പായുടെ സന്ദേശം ആരംഭിക്കുന്നത്. താൻ പുരോഹിതനും പിന്നീട് പെറുവിൽ മിഷനറി മെത്രാനും ആയിരുന്നപ്പോൾ ഈ ദിനം വിശ്വാസത്തോടെയും പ്രാർത്ഥനകളോടെയും ദാനധർമ്മങ്ങളിലൂടെയും ആചരിച്ചിരുന്നെന്നും സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നതിന് താൻ സാക്ഷിയാണെന്നും പാപ്പ സന്ദേശത്തിൽ അനുസ്മരിച്ചു. ലോകത്തിലെ എല്ലാ കത്തോലിക്ക ഇടവകകളെയും ആഗോള പ്രേക്ഷിത ഞായറാഴ്ച ആചരണത്തിൽ പങ്കെടുക്കുവാൻ പാപ്പ ക്ഷണിച്ചു. പ്രാർത്ഥനകളും സഹായങ്ങളും പ്രേക്ഷിത മേഖലകളിലുള്ള സഹോദരങ്ങൾക്കിടയിൽ
സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനും അജപാലന മതബോധന പദ്ധതികളെ സഹായിക്കുന്നതിനും പുതിയ ദേവാലയങ്ങൾ പണിയുന്നതിനും ആതുര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സഹായകരമായി മാറുമെന്ന് പാപ്പ പറഞ്ഞു. ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ മിഷനറിമാർ ആകുവാൻ ജ്ഞാനസ്നാനം വഴിയായി നമുക്ക് ലഭിച്ച ആഹ്വാനത്തെക്കുറിച്ച് ഒക്ടോബർ 19 നാം ഒരുമിച്ച് ചിന്തിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിനെ ഭൂമിയുടെ അതിരുകളിലേക്ക് കൊണ്ടുവരാനുള്ള നമ്മുടെ മധുരവും സന്തോഷകരവുമായ പ്രതിബദ്ധത പുതുക്കാം. ലോകമെമ്പാടുമുള്ള മിഷനറിമാരെ സഹായിക്കാനുള്ള പാപ്പായുടെ ഉദ്യമങ്ങളെ സഹായിക്കുന്ന ഏവർക്കും നന്ദി അർപ്പിച്ചും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ടുമാണ് വീഡിയോ സന്ദേശം അവസാനിക്കുന്നത്. ഫാത്തിമ ദർശനങ്ങളിലെ 6 മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ ഏറ്റവും അവസാനത്തെ സൂര്യാത്ഭുതം ദ മിറക്കിൾ ഓഫ് ദ സൺ സംഭവിച്ചിട്ട് 108 വർഷങ്ങൾ പൂർത്തിയായി. ഫാത്തിമ മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകൾ അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത് 1917 ഒക്ടോബർ 13 നടന്ന സൂര്യാത്ഭുതത്തോടെയാണ്. അതിനെക്കുറിച്ച് സിസ്റ്റർ ലൂസി വിവരിക്കുന്നത് ഇപ്രകാരമാണ്. അന്ന് പ്രഭാതം മുഴുവൻ ശക്തമായ മഴയായിരുന്നു. ആളുകളുടെ ശരീരം മുഴുവൻ നനഞ്ഞിരുന്നു. ഉച്ചകഴിഞ്ഞ് ഉടനെ പൊടുന്നനെ സൂര്യൻ അഗ്നിഗോളമായി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങൾ മുട്ടുകുത്തി പാപങ്ങൾക്ക് പൊറുതി യാചിച്ചു. അന്ധരായ പലർക്കും കാഴ്ച തിരിച്ചു കിട്ടി. തളർവാദ രോഗികൾ ഏറ്റുനടന്നു. ആളുകളുടെ വസ്ത്രങ്ങളെല്ലാം ഞൊടിയിടയിൽ ഉണങ്ങി. ഏകദേശം 70,000 ജനങ്ങളാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചത്. 1917 ഒക്ടോബർ 13 ഇടയ കുട്ടികളായ ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നിവരാണ് ഈ സൂര്യാത്ഭുതം ആദ്യം ദർശിച്ചത്. പരിശുദ്ധ കന്യകാമറിയം ആകാശത്തു നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ 3 രംഗങ്ങൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടു. ആദ്യം ജപമാലയുടെ സന്തോഷകരമായ രഹസ്യങ്ങൾ, പിന്നീട് ദുഃഖത്തിന്റെയും മഹിമയുടെയും രഹസ്യങ്ങൾ. ലൂസി മാത്രമാണ് 3 ദൃശ്യങ്ങളും ദർശിച്ചത്. ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും ആദ്യത്തെ ദൃശ്യം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. വർഷങ്ങൾ നീണ്ട സൂക്ഷ്മവും ഉത്തരവാദിത്തപൂർണവുമായ പരിശോധനകൾക്ക് ശേഷം ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങൾ 1930 ഒക്ടോബർ 13 കത്തോലിക്ക സഭ അംഗീകരിച്ചു. 1981 ഗുരുതരമായ കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്റെ സംരക്ഷണത്തിന് കാരണം ഫാത്തിമ മാതാവാണെന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞു. 1982 മെയ് 13 മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിച്ചപ്പോൾ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപത്തിലെ കിരീടത്തിൽ തന്റെ ശരീരത്തിലേറ്റ വെടിയുണ്ട ഉപകാരസ്മരണയായി അണിയിച്ചു. ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങളുടെ 100ാം വാർഷികത്തിൽ 2017 ഫ്രാൻസിസ് പാപ്പ സ്പാനിഷ് ഫ്ലൂ എന്ന പകർച്ചവ്യാധിയിൽ മരണമടഞ്ഞ സഹോദരങ്ങളായ ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അവരെ ഇക്കാലഘട്ടത്തിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ മോഡലുകളായാണ് പാപ്പ വിശേഷിപ്പിച്ചത്. ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ കൃഷി പ്രോത്സാഹനത്തിനായി നടപ്പിലാക്കുന്ന ജൈവഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ പ്രവർത്തന ഗ്രാമങ്ങളിൽ കുറഞ്ഞ നിരക്കിൽ ജൈവവളങ്ങൾ എത്തിച്ചു നൽകി. കാർഷിക മേഖലയിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉൽപാദന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൈവവളങ്ങൾ കർഷകരിൽ എത്തിച്ച് നൽകുന്നത്. സാമ്പത്തിക സഹായവും വായ്പാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് കർഷകോപകാരപ്രദമായ ഈ പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരത്തമൂട്ടിൽ, പ്രോഗ്രാം ഓഫീസർ സിറിയക് പറമുണ്ടയിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ജിജി വെളിഞ്ചായൽ, മെറിൻ എബ്രഹാം, ആനിമേറ്റർ മിനി ജോണി, കുഞ്ഞ് നായാട്ടുപാറ എന്നിവർ പങ്കെടുത്തു. 14 പഞ്ചായത്തുകളിലായി 230ഓളം കർഷകർക്ക് പ്രയോജനം ലഭിച്ചതായി സൊസൈറ്റി സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരത്തമൂട്ടിൽ അറിയിച്ചു. ഉഴവൂർ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിലെ സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിസ്ഥിതി മിത്ര അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 13 രാവിലെ 11 മണിക്ക് പാർലമെന്റ് അംഗം ശ്രീ ജോസ് കെ മാണി MP നിർവഹിച്ചു. മാനേജർ ഫാദർ എബ്രഹാം പറമ്പേട്ട് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ് സ്വാഗതം ആശംസിച്ചു. വ്യക്തിഗത വിഭാഗത്തിൽ കുന്നത്ത് നാരായണൻ വൈദ്യരും സ്ഥാപന വിഭാഗത്തിൽ കൊച്ചിൻ കോളേജ് കൊച്ചിയും അവാർഡ് ഏറ്റുവാങ്ങി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ PM മാത്യു, മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ VP തോമസ് കുട്ടി എന്നിവർ സംസാരിച്ചു. CEE RD സെക്രട്ടറി ആശ രാജു അവാർഡ് അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോളേജ് ക്യാമ്പസിൽ പുതുതായി ആരംഭിച്ച മിയാവാക്കി വനത്തിന്റെയും ജൈവ വൈവിധ്യ പാർക്കിന്റെയും ഉദ്ഘാടനം മാനേജർ ഫാദർ എബ്രഹാം പറമ്പേട്ട് നിർവഹിച്ചു. അതിനായി ചെടികൾ സംഭാവന ചെയ്ത ദിവാകരൻ കടിഞ്ഞുമൂലയെ ആദരിച്ചു. CEE RD എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിൻസ് ജോസഫ് യോഗത്തിന് കൃതജ്ഞതയർപ്പിച്ചു. KCYL സംഘടനയുടെ 2024-25 പ്രവർത്തന വർഷത്തിലെ 6ാമത് സെനറ്റ് സമ്മേളനം ഉഴവൂർ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിലെ ബിഷപ്പ് തറയിൽ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ തിയേറ്ററിൽ വെച്ച് നടത്തപ്പെട്ടു.
KC വയൽ കോട്ടയം അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ പാണ്ടിയാംകുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗം KCWA അതിരൂപത പ്രസിഡന്റ് ഷൈനി സിറേഖ് ചൊള്ളമ്പേൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. KC വയൽ മുൻ അതിരൂപത ചാപ്ലിനും MSP സെമിനാരി റക്ടറുമായ ഫാദർ ചാക്കോ വണ്ടൻകുടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയുണ്ടായി. KC വയൽ അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് KC വയൽ പതാക ഉയർത്തിക്കൊണ്ടാണ് പരിപാടികൾ ആരംഭിച്ചത്. KC വയൽ അതിരൂപത ചാപ്ലൈൻ റവറൻ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ യോഗത്തിന് ആമുഖ സന്ദേശം നൽകി. അതിരൂപത ജനറൽ സെക്രട്ടറി ചാക്കോ ഷിബു സ്വാഗതവും വൈസ് പ്രസിഡന്റ് നിതിൻ ജോസ് നന്ദിയും അറിയിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ KC വയൽ ജനറൽ സെക്രട്ടറി ചാക്കോ ഷിബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ട്രഷറർ ആൽബിൻ ബിജു വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. അധ്യാപക നിയമനം തടഞ്ഞിരിക്കുന്ന ഭിന്നശേഷി വിഷയത്തിലും മുനമ്പത്തെ വഖഫ് ഭൂമി എന്ന് ആരോപിച്ച് റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചവർക്ക് റവന്യൂ അവകാശങ്ങൾ നൽകണം എന്നീ 2 വിഷയങ്ങളിൽ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കുകയും ചർച്ചകൾ നടത്തപ്പെടുകയും ചെയ്തു. അതിരൂപത ഭാരവാഹികളായ ജോയിന്റ് ഡയറക്ടർ സ്റ്റെഫി തോമസ്, സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ലേഖ SJC, ജാക്സൺ സ്റ്റീഫൻ, അലൻ ബിജു, ബെറ്റി തോമസ് എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി. ആരോഗ്യരംഗത്തെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് കാസർഗോഡ് ജില്ലയിൽ തന്നെ എയിംസ് അനുവദിക്കണമെന്ന ശക്തമായ ആവശ്യവുമായി രാജപുരം സെന്റ് പൈസ്റ്റന്റ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ രംഗത്ത്. എയിംസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനാണ് NSS വോളണ്ടിയർമാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ജനകീയ പ്രക്ഷോഭത്തിന് കൂടുതൽ ശക്തി നൽകാനും കാസർഗോഡിന്റെ ആവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അവർ പദ്ധതിയിടുന്നു. പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ NSSന്റെ നേതൃത്വത്തിൽ സുപ്രധാന നടപടികൾ സ്വീകരിച്ചിരുന്നു. എയിംസ് കാസർഗോഡിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 10,000 പേർ ഒപ്പിട്ട നിവേദനം പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ മന്ത്രിമാർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും അയച്ചിരുന്നു. മറ്റു ജില്ലകളിൽ നിന്നുള്ള ജനകീയ കൂട്ടായ്മകൾ എയിംസിനായി വാദിക്കുമ്പോൾ കാസർഗോഡിന് വേണ്ടി എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ എന്ന ഈ കൂട്ടായ്മ മാത്രമാണ് ശക്തമായ അവകാശവാദം മുന്നോട്ട് വെക്കുന്നതെന്നും വോളണ്ടിയർമാർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യ മേഖലയിൽ ദീർഘകാലമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കൂടാതെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ദുരിതങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നതിന് ഒരു മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി സ്ഥാപനം എന്ന നിലയിൽ എയിംസ് കാസർഗോഡിന് ഒരു അനിവാര്യതയാണ് എന്നും ഈ സംഘടനകൾ വാദിക്കുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തേക്കും കോഴിക്കോട്ടേക്കും പോകേണ്ടി വരുന്ന സാഹചര്യത്തിന് എയിംസ് വരുന്നതോടെ മാറ്റമുണ്ടാകുമെന്നും അവർ പ്രത്യാശിക്കുന്നു. NSS പ്രോഗ്രാം ഓഫീസർമാരായ അതുല്യ കുര്യാക്കോസ്, അഖിൽ തോമസ് എന്നിവരും എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ ഗണേഷ് അരമങ്ങാനം, മുരളീധരൻ പടന്നക്കാട്, സലീം സന്ദേശം ചൌക്കി, ശ്രീനാഥ് ശശി, സൂര്യനാരായണ ഭട്ട്, വോളണ്ടിയർ സെക്രട്ടറിമാരായ NA അനുശ്രീ, M ഗോപിക, M കൃഷ്ണേന്ദു, PV ഋഷികേശ്, P റസീൻ, ദർശൻ ബാലൻ, M പ്രണവ് എന്നിവർ ചേർന്ന നിലവിലെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. കാസർഗോഡിന്റെ അവകാശം നേടിയെടുക്കുന്നതുവരെ പ്രക്ഷോഭം തുടരാനാണ് ഇവരുടെ തീരുമാനം. കരിങ്കുന്നം സെയിന്റ് അഗസ്റ്റിൻ സ്കൂളിലെ ലോക ഭക്ഷ്യദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിലെ പാചക തൊഴിലാളിയായ സ്റ്റെനിയ സണ്ണിയെ ആദരിച്ചു. ഭക്ഷ്യദിനത്തിന്റെ സന്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടും എല്ലാവർക്കും വൃത്തിയുള്ള ഭക്ഷണം ആവശ്യമായ അളവിൽ ലഭ്യമാകുന്നതിനും ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളെ ബഹുമാനിച്ചുകൊണ്ടുമുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് ഭക്ഷ്യദിനാചരണം സ്കൂളിൽ സംഘടിപ്പിച്ചത്. വയലിൽ പണിയെടുക്കുന്ന കർഷകനെ മുതൽ ഭക്ഷണം നമുക്ക് മുൻപിൽ വിളമ്പിത്തരുന്ന വ്യക്തികളെ വരെ ഓർമ്മിക്കുവാൻ ഈ ദിനം പ്രയോജനപ്പെടുത്തണമെന്ന് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ നമിത പറഞ്ഞു. ശ്രീമതി സ്റ്റെനിയെ പൊന്നാട അണിയിച്ചുകൊണ്ടാണ് പ്രധാനാധ്യാപിക ആദരിച്ചത്. വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും മാതാപിതാക്കളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് PTA പ്രസിഡന്റ് ജോസ് കളരിക്കലിന്റെ അധ്യക്ഷതയിലാണ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ ആശംസാ കാർഡുകൾ തയ്യാറാക്കി നൽകുകയും സ്നേഹചുംബനങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടാണ് സ്കൂളിൽ എന്നും അന്നമൂട്ടുന്ന അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. വീട്ടിലെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അതേ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് സ്കൂളിലും ഭക്ഷണം ഒരുക്കുന്നത് എന്നും പാചക ജോലിയിൽ സംതൃപ്തിയാണെന്നും സ്റ്റെനിയ പറഞ്ഞു. സ്കൂളിലെ ഉച്ചഭക്ഷണ പരിപാടിയുടെ ചാർജ് വഹിക്കുന്ന അധ്യാപകരായ സുനിത മേരി, ആഷ്ലി സുനിൽ എന്നിവരോടൊപ്പം സ്റ്റാഫ് സെക്രട്ടറി അനീഷ് ഫിലിപ്പ്, അധ്യാപകരായ അജിമോൾ ജോസഫ്, ഷിജു K ഇബ്രഹാം, നിതിൻ ജോസ്, സിസ്റ്റർ ഉഷസ്, ദീപ PV, ജിനോ തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാൻബറ സേക്രഡ് ഹാർട്ട് ജ്ഞാന കാത്തലിക് മിഷന്റെ 5ാം വാർഷികവും ഈശോയുടെ തിരുഹൃദയ തിരുനാളും കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ടിനൊപ്പം ഒക്ടോബർ 10, 11, 12 തീയതികളിൽ സെയിന്റ് പീറ്റർ ചാനൽ പള്ളിയിൽ ഭക്തിയാദരവോടെ ആഘോഷിച്ചു. തിരുനാളിന്റെ ഒരുക്കമായി സെപ്റ്റംബർ മുതൽ എല്ലാ ഞായറാഴ്ചയും തിരുഹൃദയത്തിന്റെ നൊവേന നടത്തപ്പെട്ടു. ഒക്ടോബർ 10 തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക്
ഇടവക വികാരി ഫാദർ ഡാലിഷ് കോച്ചേരിയിൽ കൊടിയേറ്റി തിരുനാളിന് ആരംഭം കുറിച്ചു. ഒക്ടോബർ 11 തീയതി രാവിലെ 10 മണിക്ക് SH മിഷൻ ക്യാൻബറയിലെ 12 കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണം നൽകപ്പെട്ടു. അതേ ദിവസം തന്നെ വൈകുന്നേരം 6 മണിക്ക് മൂലക്കാട്ട് പിതാവിന് ക്യാൻബറ ക്നാനായ് കാത്തലിക് അസോസിയേഷന്റെ വൻ സ്വീകരണവും 2026 KCCO കൺവെൻഷന് പിതാവിന് ഔദ്യോഗികമായ ക്ഷണപത്രവും KCCO പ്രസിഡന്റ് ജോസ് ഏബ്രഹാം നൽകുകയുണ്ടായി. ഒക്ടോബർ 12 ഞായറാഴ്ച 4:30 SH മിഷന്റെ നേതൃത്വത്തിൽ പിതാവിന് ഉജ്ജ്വല സ്വീകരണവും നൽകി. തുടർന്ന് മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷകരമായ കുർബാനയും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും നടന്നു. മുത്തുകുടകളുടെയും തെക്കൻസ് ചെണ്ട ടീമിന്റെയും അകമ്പടിയോടുകൂടി തിരുനാൾ പ്രദക്ഷിണവും നടത്തപ്പെട്ടു. സ്നേഹവിരുന്നോടുകൂടി തിരുനാളിന് പരിസമാപനം കുറിച്ചു. ഇടവകയിലെ 7 കുടുംബങ്ങളായിരുന്നു പ്രസിദ്ധേന്തിമാർ. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.